ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കിഡിലൻ ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. സോ ഈ ട്രേഡ് ഓപ്പർച്യൂണിറ്റിന്റെ റീസൺ, അതേപോലെ തന്നെ എക്സ്പ്ലനേഷൻ, അതേപോലെ തന്നെ എന്താണ് ഇതിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും, എത്ര ലോസ് ആണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോണത്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക. സോ നിങ്ങൾ ലൈക്ക് അടിക്കാൻ ഇപ്പം തന്നെ മറക്കരുത്, ലൈക്ക് അടിച്ചു വിടുക. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ യൂറോ യു എസ് ഡിയിലാണ് നമുക്ക് ഈ ട്രേഡ് കിട്ടിയിട്ടുള്ളത്. സോ യൂറോ യു എസ് ഡിന്റെ 1 അവർ ചാർട്ടിൽ, FXCM ചാർട്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളെ ചാർട്ട് ഉണ്ടാവുക. ഓക്കെ, സോ എന്താണ് റീസൺ? സോ നോക്കിക്കോ, ഇവിടെ നമുക്കൊരു ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. സോ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടുമ്പോൾ എന്താണ്, നോർമലി നമുക്കൊരു ഓർഡർ ബ്ലോക്കും കിട്ടും. സോ ഓർഡർ ബ്ലോക്ക് കിട്ടി. സോ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ടില്ല. സോ ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, റിവേഴ്സ് ആയി നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടി. കൺഫർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ ട്രേഡ് ഇട്ടു. ഓക്കെ, സോ കൺഫർമേഷൻ കിട്ടി, കുറച്ച് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, അടിയിലോട്ട് ഇറങ്ങി. സോ അതൊരു റീടെസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. ഈ റീടെസ്റ്റിംഗ് കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഇതാണ് റീസൺ. ഓക്കെ, ഊബിയിൽ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നു. സോ ഇതൊരു 80% വേണ്ട, ഒരു 90% ഹൈ പ്രോബബിലിറ്റി ഉള്ള ട്രേഡ് ആണ്. സോ നിങ്ങൾ ഇത് ആരും മിസ് ഔട്ട് ചെയ്യരുത്. സോ ഞാൻ ഇനി എൻ്റെ ഗോഡ് ഫണ്ട് ട്രേഡറിൽ കാണിച്ചു തരാം. ഞാൻ ഇത് ട്രേഡ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി $1.30 ലോസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, നോ പ്രോബ്ലം. സോ എൻട്രി പൊസിഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എൻട്രി പൊസിഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്തോ, അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻട്രി പൊസിഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇപ്പോൾ ഇത് കറന്റ് ലോസിലാണ് റൺ ആയിരിക്കുന്നത്. ബട്ട് ഉടനെ തന്നെ ഇത് എന്ത് ചെയ്യും, പ്രോഫിറ്റിൽ റൺ ആവും. സോ നിങ്ങൾ ഈ ട്രേഡ് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. ഓക്കെ, ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല, കാരണം അത് അത്രയും പ്രോബബിലിറ്റി ഉള്ള ഒരു ട്രേഡാണ്. സോ ഇത് ഒട്ടും വൈകാതെ തന്നെ എന്താവും, നമ്മൾ പ്രോഫിറ്റിക്ക് തിരിച്ചെത്തും ഈ ട്രേഡ്. ഓക്കെ, സോ ട്രേഡ് ഇടാനുള്ള റീസൺ, ഐ റിപ്പീറ്റ്, ട്രേഡ് ഇടാനുള്ള റീസൺ, ഊബിയിൽ വന്ന് ടച്ച് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, ലിക്വിഡിറ്റി റൺ എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ പോകുന്നത്. സോ ഇവിടെ ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വന്നു, ടച്ച് ചെയ്തു, മാർക്കറ്റ് വീണ്ടും ഊബി വന്നു, ടച്ച് ചെയ്തു, മുകളിലോട്ട് പോകുന്നു, വീണ്ടും വരും, ടച്ച് ചെയ്യും, പോവും. ഇങ്ങനെയാണ് ലിക്വിഡിറ്റി റൺ ഉണ്ടാവുക. ഇങ്ങനെയാണ് ലിക്വിഡിറ്റി റൺ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറ് കേട്ടോ. സോ ഇനി ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പോകും. ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലോട്ട് പോകുന്നതാണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊന്നും നമ്മുടെ ടോപ്പിക്കിൽ കാര്യമല്ല. നമുക്ക് എന്താണ്, ട്രേഡിന്റെ ആണ്. ഈ ട്രേഡ് ആരും മിസ്സാക്കരുത്. ഇത് ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാത്തവർ ഡിസ്കോഡിൽ ജോയിൻ ചെയ്തു. നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ഇട്ടിട്ടുണ്ട് അവിടെ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഈ ട്രേഡിന്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചോ. അതേപോലെ തന്നെ നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തിക്കോ, നിങ്ങളെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ രേഖപ്പെടുത്തിക്കോ. നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ തരും. ഓക്കെ, കമന്റ് ബോക്സിലാണെങ്കിലും ഡിസ്കോഡിലാണെങ്കിലും നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ തരും. അതാണ് നമ്മളുടെ ഒരു എന്താണ് സ്പെഷ്യൽ. മെട്രിക്സ് X1 ഒരു സ്പെഷ്യൽ ആണത്. നമ്മൾ എപ്പോൾ കൊടുത്താലും നമ്മൾ റിപ്ലൈ കൊടുക്കും. നമ്മളങ്ങനെ റിപ്ലൈ കൊടുക്കാത്തതൊന്നും അല്ല കേട്ടോ. സോ എല്ലാവരും കമന്റ് ഇട്ടോ. അപ്പോൾ നമുക്ക് നേരെ നാളെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.